കോമേഴ്സിലേക്ക് സ്വാഗതം. ക്യാഷ് ബുക്ക് ജേർണലിന് 8 ഗ്രൂപ്പായിട്ട് തിരിക്കാമെന്ന് ഞങ്ങൾ പഠിച്ചു. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ഇനി 5ാമത്തെ ഐറ്റമാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ഇതൊരു സിമ്പിൾ ക്യാഷ് ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് ക്യാഷ് ബുക്ക് ജേർണലായിട്ടും അക്കൗണ്ടായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ക്യാഷ് ബുക്കിന് മാത്രം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് നോക്കാം. നമ്മൾ അക്കൗണ്ട് വരയ്ക്കുക. ഒരു അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഇനി ക്യാഷ് അക്കൗണ്ട്, അതായത് സിമ്പിൾ ക്യാഷ് അക്കൗണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇനി 1/2/2020 ടു സ്മിത്ത് ആൻഡ് കമ്പനി അക്കൗണ്ട് 9,000 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം സ്മിത്ത് ആൻഡ് കമ്പനിയിൽ നിന്ന് നമ്മൾ 9,000 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്മിത്ത് ആൻഡ് കമ്പനി നമുക്ക് 9,000 രൂപ തന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ടു സ്മിത്ത് ആൻഡ് കമ്പനി അക്കൗണ്ട് 9,000 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് വരുന്നത് ലെഡ്ജറിൽ സ്മിത്ത് ആൻഡ് കമ്പനിയുടെ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അക്കൗണ്ട് 9,000 എന്ന് എഴുതി വെക്കും. ഇനി ആ ലെഡ്ജറിൻ്റെ ആ ഫോളിയോ, ആ പേജ് നമ്പർ ഇവിടെയാണ് എഴുതി വെക്കുന്നത്. ഇനി 2/2/2015 ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയതാണ്. ക്യാഷ് ഇവിടെ സ്മിത്തിൽ നിന്ന് 9,000 രൂപ കിട്ടി. ഇനി ഇൻട്രസ്റ്റ് 4,500 രൂപ നമുക്ക് കിട്ടി. അപ്പം ഇതിൻ്റെ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതി, അത് 4,500 എന്ന് എഴുതി വെച്ചു. ഇനി ജനറൽ ലെഡ്ജറിൽ ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അക്കൗണ്ട് 4,500 എന്ന് എഴുതി വെച്ചു. ഇനി 3/2 ഗുഡ്സ് അക്കൗണ്ട് ടു ഗുഡ്സ് അക്കൗണ്ട് എന്നാണ് എഴുതി വെച്ചിട്ട് 3,000. ഇതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി ജനറൽ ലെഡ്ജറിൽ ഗുഡ്സ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഗുഡ്സ് അക്കൗണ്ടിൻ്റെ ജനറൽ ലെഡ്ജറിലുള്ള ഗുഡ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അക്കൗണ്ട് 3,000 എന്ന് എഴുതി വെച്ചു. ഇവിടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ഗുഡ്സ് അക്കൗണ്ട് 3,000 എന്ന് എഴുതി വെച്ചു. ഇനി ഇവിടെ എല്ലാം നമ്മൾ ലെഡ്ജറിൻ്റെ ഏത് പേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പേജ് നമ്പർ എഴുതുക. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിലാണ്. ഇനി അടുത്തത് 16/1 നമ്മൾ ഗോഡ്സൺ അക്കൗണ്ട് എന്ന് എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോഡ്സൺ എന്ന് പറയുന്ന ആൾ നമുക്ക് 1,000 രൂപ തന്നു. ഗോഡ്സണിൽ നിന്ന് നമ്മൾ 1,000 രൂപ മേടിച്ചു. ഇനി ജനറൽ ലെഡ്ജറിൽ ബൈ ഗോഡ്സൺ അക്കൗണ്ട്, ജനറൽ ലെഡ്ജറിൽ ഗോഡ്സൺ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് അക്കൗണ്ട് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി 1,000 rupees എഴുതാം. ഇനി അടുത്തത് 24/1 ടു കാൾസൺ കമ്പനി അക്കൗണ്ട് 1,200 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കാൾസൺ കമ്പനിയിൽ നിന്ന് നമുക്ക് 1,200 രൂപ കിട്ടി. അപ്പോൾ ജനറൽ ലെഡ്ജറിൽ നമ്മൾ കാൾസൺ കമ്പനി ഓപ്പൺ ചെയ്തിട്ട് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതണം. അപ്പം ഈ എല്ലാ അക്കൗണ്ടുകളും എഴുതാം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ കറസ്പോണ്ടിങ് അക്കൗണ്ടും ജനറൽ ലെഡ്ജറിൽ ഉണ്ടായിരിക്കും. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. 3/1/2020 ബൈ കിങ് ആൻഡ് കമ്പനി അക്കൗണ്ട് 2,000 എന്ന് എഴുതി. ഇതിൻ്റെ അർത്ഥം കിങ് ആൻഡ് കമ്പനിക്ക് നമ്മൾ 2,000 രൂപ കൊടുത്തെന്നാണ്. അപ്പോൾ ജനറൽ ലെഡ്ജറിൽ കിങ് ആൻഡ് കമ്പനി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ജനറൽ ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിൽ കിങ് ആൻഡ് കമ്പനി എന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കിങ് ആൻഡ് കമ്പനി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് 2,000 എന്ന് ഡേറ്റ് എഴുതിയിട്ട്. ഇനി അടുത്തത്
10/1 പോൾ & കമ്പനി അക്കൗണ്ട് 1000 എന്ന് എഴുതി വെച്ചു. പോൾ & കമ്പനിക്ക് നമ്മൾ 1000 കൊടുത്തു. അപ്പം ജനറൽ ലെഡ്ജറിലുള്ള പോൾ & കമ്പനിയുടെ അക്കൗണ്ടിൽ ടു ക്യാഷ് അക്കൗണ്ട് 1000 എന്ന് എഴുതുക. ഇനി 15/1 ഗുഡ്സ് അക്കൗണ്ട് എന്ന് എഴുതി വെച്ചു. അത് 1200 ആണ്. ഇപ്പം ജനറൽ ലെഡ്ജറിലെ ഗുഡ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതണം. ഇനി 17/1 സൺ ആൻഡ് കമ്പനി അക്കൗണ്ട് 2000. സൺ ആൻഡ് കമ്പനിക്ക് നമ്മൾ 2000 രൂപ കൊടുത്തു. അപ്പം ജനറൽ ലെഡ്ജറിലുള്ള സൺ ആൻഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി വെക്കും. സോറി, ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി വെക്കണം. അപ്പോൾ സൺ ആൻഡ് കമ്പനി 2000 രൂപ മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് റാവു ആൻഡ് കമ്പനി, ബൈ റാവു ആൻഡ് കമ്പനി കട. അപ്പം ജനറൽ ലെഡ്ജറിലുള്ള റാവു ആൻഡ് കമ്പനിയുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് 2200 എന്ന് എഴുതുക. ഇനി അടുത്തത് ഓഫീസ് ഫർണിച്ചറാണ് 3000. അപ്പം ജനറൽ ലെഡ്ജറിലുള്ള ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി 3000 എന്ന് എഴുതി വെക്കാം. ഇങ്ങനെ എല്ലാ അക്കൗണ്ടുകളും നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം. ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് മുഴുവൻ ജനറൽ ലെഡ്ജറിലുള്ള അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം മുഴുവൻ ജനറൽ ലെഡ്ജറിലുള്ള അതാത് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റംസിന് തുല്യമായിട്ടുള്ള ക്രെഡിറ്റ് എല്ലാം നമ്മൾ ജനറൽ ലെഡ്ജറിലെ അക്കൗണ്ടിലുണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റംസിനെല്ലാം തുല്യമായിട്ടുള്ള അതാത് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുണ്ട് ഈ ഐറ്റം എല്ലാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കും. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ 18700 കൂട് ആണ്, ക്രെഡിറ്റ് സൈഡിൽ അത്രയില്ല, 800 രൂപ കുറവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ട് സൈഡുകൾ ഈക്വലാക്കണം. ഈക്വലാക്കി കഴിയുമ്പോൾ 18700 എന്ന് കിട്ടും. ഈക്വൽ ആക്കാനായിട്ട് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വ്യത്യാസമുള്ള എമൗണ്ട് കുറവുള്ള സ്ഥലത്തേക്ക് കൂട്ടിച്ചേർക്കണം. അപ്പോൾ 18700 രണ്ടും ഈക്വലായിട്ട് വന്നു. എന്നിട്ട് എവിടെ നിന്നാണോ നമ്മൾ കടമെടുത്തത് അത് നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ ഇപ്പം ഡെബിറ്റ് സൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് എഴുതി വെക്കും. ഇതായിരിക്കും അടുത്ത തവണത്തെ ബാലൻസ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. ഇന്നിപ്പം നമ്മൾ 24/1 വരെ ഉള്ളതാണ് ചെയ്തത്. അതിന് 1/2 നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തത്. അപ്പം ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ കയ്യിൽ ടു ബാലൻസ് ബി ഡി അല്ലെങ്കിൽ അതിന് ഓപ്പണിംഗ് ബാലൻസ് 800 എന്നാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പഠിക്കാം. അതിൽ ക്യാഷ് ബുക്ക് തന്നെയാണ്. അത് വേറൊരു മോഡൽ ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിനോട് കൂടി നമ്മളെ ബാങ്ക് അക്കൗണ്ടും കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഹെഡിങ് ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ് ഓൺലി. ഇപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് വേറെയാണ് എഴുതി വെക്കുന്നത്, ക്യാഷ് അക്കൗണ്ട് വേറെയാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനോട് കൂടി ഈ ബാങ്ക് അക്കൗണ്ടും കൂടെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റും ഉണ്ട്, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റും ഉണ്ട് ഇവിടെ. ഇനി അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓരോ കോളം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ബാങ്ക് അക്കൗണ്ടിലും ഒരു ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഉണ്ടല്ലോ. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും കൂടെ ഒരേ ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സ്ഥാപനങ്ങളും ഓരോ ദിവസവും ക്യാഷിൻ്റെ വരവും ചെലവും എഴുതണം. അങ്ങനെ, കാരണം ഡെയിലി ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ബാങ്കിൽ എപ്പോഴും വരവും ചെലവും ഒക്കെ ആണ് പല രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ക്യാഷ് ബുക്ക് ഡെയിലി ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒന്നറിയണം. അപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് അറിയണം ക്യാഷ് എത്രയുണ്ട് ബാലൻസ്. അപ്പം നമുക്ക് ക്യാഷിൻ്റെ വരവ് കോളവും ചെലവ് കോളവും കൂടെ കൂട്ടിയെടുത്തിട്ട് വ്യത്യാസമുള്ള അന്നേരം പറയാൻ സാധിക്കും ക്യാഷ് എത്രയാണെന്ന്. അല്ല ബാങ്കിൽ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് എഴുതുവാണെങ്കിൽ അത് കൂട്ടി നോക്കണം. അതിന് പകരം ഈ ബാങ്ക് അക്കൗണ്ട് കൂടി
ഈ ക്യാഷ് അക്കൗണ്ടിൽ എഴുതുകയാണെങ്കിൽ ക്യാഷിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ക്യാഷ് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂടെ നമ്മൾ ബാലൻസ് എടുത്താൽ മതി. ഇനി ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ മതി. അപ്പം ഇത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ 1/2/2020 ടു ബാലൻസ് BD 20,000 എന്ന് ക്യാഷ് അക്കൗണ്ടിലും കണ്ടു, ക്യാഷ് കോളത്തിലും കണ്ടു, 40,000 എന്ന് ബാങ്ക് കോളത്തിലും കണ്ടു. ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ മാസം, അതായത് ജാനുവരി അല്ലെങ്കിൽ അതിന് ഡിസംബർ 31 മുമ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് ക്യാരി ഡൗൺ ചെയ്ത് ബാലൻസ് ചെയ്ത ആ എമൗണ്ടാണിത്. അതായത് അതാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്. ഇതിന് ഓപ്പണിംഗ് ബാലൻസ് എന്നും പറയും. അപ്പോൾ ഓപ്പണിംഗ് ആ ഡേ ഒരു ദിവസം ഒരു പ്രത്യേക ദിവസത്തെ ആണെങ്കിൽ ആ ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് ഇതായിരിക്കും. ക്യാഷ് 20,000, ബാങ്ക് 4,000 ആയിരിക്കും, 40,000 ആയിരിക്കും. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നു 8/1 സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5,000 രൂപയ്ക്ക് വിറ്റെന്നാണ് പറയുന്നത്. അപ്പം സോൾഡ് ഗുഡ്സ് ഫോർ ₹5,000 എന്നായിരിക്കും. അപ്പോൾ 5,000 രൂപയ്ക്ക് വിറ്റിട്ട് 5,000 രൂപ സെയിൽസ് കിട്ടിക്കഴിഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇതിന് തുല്യമായിട്ടുള്ള അക്കൗണ്ട് ജനറൽ ലെഡ്ജറിലെ സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ബൈ ക്യാഷ് എന്ന് എഴുതി വെക്കും. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് എന്ന് എഴുതി വെക്കും 5,000. ഇനി നമ്മൾ ഇനി ഈ 4/1 ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ 1/2 എഴുതി വെച്ചിരിക്കുന്നത് 20,000, 40,000 ഉണ്ട്. 4/1 നമ്മൾ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 10,000 രൂപ ചെക്കായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബാങ്കിൽ നിന്നല്ലേ പൈസ പോയത്. അപ്പോൾ അതിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സെയിൽസ്, അപ്പം 8-ാം തീയതി സെയിൽസ് നമുക്ക് 5,000 കിട്ടി. അപ്പോൾ ക്യാഷായിട്ട് കിട്ടിയത്. അപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 5,000 എന്ന് എഴുതി വെച്ചു. ലെഡ്ജറിലുള്ള സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് എഴുതി വെച്ചു. ഇനി 10/11 സെയിൽസ് ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ ക്യാഷ് നമുക്ക് ബാങ്കിലേക്കാണ് കിട്ടിയത്. അപ്പം ബാങ്ക് ചെക്കായിട്ട് കിട്ടുന്നത്. ചെക്കായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടല്ലേ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പം ക്യാഷ് കിട്ടുവാണെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതി വെക്കണം, ചെക്കായിട്ട് കിട്ടുകൊണ്ട് ബാങ്ക് കോളത്തിൽ എഴുതി വെച്ചു. ഇനി നമ്മൾ 29/1 10,000 രൂപ നമുക്ക് ക്യാഷ് വന്നെന്നാണ് പറയുന്നത്. ഇത് ടു ബാങ്കിൽ നിന്നാണ് എഴുതി വെച്ചത്. എന്നിട്ട് ബാങ്കിൽ നിന്ന് 10,000 രൂപ നമുക്ക് വന്നു. അപ്പോൾ ഈ 10,000 രൂപ ഇവിടെ കണ്ടോ, ബാങ്കിൽ നിന്ന് നമ്മൾ ക്യാഷിലേക്ക് 10,000 രൂപ വന്നതായിട്ട് ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ബൈ പർച്ചേസസ് 10,000. നമ്മൾ സാധനം വാങ്ങിയിട്ട് 10,000 രൂപ ബാങ്ക് ചെക്ക് കൊടുത്തു. അപ്പം ബാങ്കിൽ നിന്ന് ആ പൈസ പോയി. അപ്പം അത് നമ്മൾ പിന്നെ ഇവിടെ വന്നതായിട്ട് എഴുതി വെച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ കോൺട്രാ എൻട്രി എന്ന് പറയും. അതിനാണ് ഇവിടെ സി ചേർത്തേക്കുന്നത്. അതായത് ബാങ്കിലേക്ക് നമ്മൾ ചെക്ക് കൊടുക്കുകയോ ബാങ്കിലേക്ക് പണം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും വരും. അതായത് ബാങ്കിലേക്ക് നമ്മൾ ചെക്ക് കൊടുക്കും നമ്മുടെ ബാങ്കിലേക്ക് നമ്മളൊരു ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിലേക്ക് ഈ പൈസ അങ്ങോട്ട് പോയി. അപ്പം നമ്മൾ കൊടുത്ത ഈ പൈസ ബാങ്കിൽ കിട്ടി. അപ്പം ബാങ്കിൽ ഡെബിറ്റും വരും, നമ്മൾ കൊടുത്തതിന് ക്രെഡിറ്റും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ സമയത്ത് ക്യാഷിൽ ഓഫീസിൽ നിന്ന് ക്യാഷ് ബാങ്കിലേക്ക് പോയാലും ബാങ്കിൽ നിന്ന് ക്യാഷ് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാലും അത് ഈ അക്കൗണ്ടിൻ്റെ 2 സൈഡിലും വരും. അതുകൊണ്ടാണ് അതിനെ കോൺട്രാ എൻട്രി എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അതായത് ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി കഴിഞ്ഞാൽ ഉടനെ ബാങ്ക് അക്കൗണ്ട് എഴുതി വെക്കും. അപ്പോൾ നമ്മൾ സാധനം കൊടുത്തു, പക്ഷേ ബാങ്കിലേക്ക് ചെക്കാണ് കിട്ടിയത്. അത് ബാങ്കിലേക്കല്ല വന്നത്. അപ്പോൾ ഇതാണ്, ബാങ്കിൽ നിന്ന് പണം എടുക്കുകയോ ബാങ്കിലേക്ക് നമ്മൾ പണം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും വരും. ഇപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും. ഇനി നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും, ഇവിടെ വരും, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺട്രാ എൻട്രി
സി എന്ന് ചേർക്കുന്നതിന് കോൺട്രാ എൻട്രി എന്നാണ് അർത്ഥം. അപ്പം ഇനി ഇതിന് ഈ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസിനെല്ലാം കറസ്പോണ്ടിങ് ഐറ്റം ജനറൽ ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും ഓരോ ഐറ്റത്തിൻ്റെയും അക്കൗണ്ട് ജനറൽ ലെഡ്ജറിലെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് വരും. ഇത് മനസ്സിലാക്കി. ഇനി നമ്മൾ 2 കോളവും കൂടെ അന്ന് ബാലൻസ് ചെയ്യണം. അപ്പം ഇത് 35,000 45,000 വന്നിരിക്കുന്നത്. അപ്പം ക്യാഷിൽ 35,000 വന്നിട്ടുണ്ട്, 45,000 ബാങ്കിൽ വന്നിട്ടുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം ക്യാഷിൽ 17,500 രൂപ 17,000 രൂപയും കൂടെ വന്നെങ്കിലേ 35,000 ആവുള്ളൂ. അപ്പം 17,000 രൂപയും കൂടെ ഇവിടെ ചേർത്തു. ബാങ്കിൽ 21,000 കൂടി ഇവിടെ ചേർത്തു. 2 സൈഡ് ഈക്വലാക്കി. ഇനി നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു. ബ്രോഡ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഫെബ്രുവരി 1-ാം തീയതിത്തെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് കോളത്തിൽ 16,000, ബാങ്ക് കോളത്തിൽ 21,000 വരും. ഇനി നമ്മൾ ഇതിൻ്റെ കീപ്പോട്ട് ആ മാസത്തെ ഫെബ്രുവരി മാസത്തെ ട്രാൻസാക്ഷൻ എല്ലാം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ടും കൂടി നമ്മൾ ക്യാഷ് അക്കൗണ്ടിനോട് കൂടി ചേർത്തു. അതായത് ക്യാഷിൻ്റെ വരവെല്ലാം ക്യാഷ് കോളത്തിലും ബാങ്കിൻ്റെ വരവെല്ലാം ബാങ്ക് കോളത്തിലും എഴുതി വെക്കും. ഇനി ക്യാഷ് കോളത്തിലെ ചിലവെല്ലാം ക്യാഷ് കോളത്തിലും ബാങ്ക് വഴിയുള്ള ചിലവുകളെല്ലാം ബാങ്ക് കോളത്തിലും എഴുതി വെക്കും. ഇത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് ക്യാഷ് ഓഫീസിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ക്യാഷ് ബാങ്കിലേക്ക് മാറ്റി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അപ്പം ക്യാഷ് അക്കൗണ്ടിൻ്റെ 2 കോളത്തിലും വരും. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു 2ാമത്തെ മോഡലാണ്. ഇങ്ങനെ പല മോഡലുകളുണ്ട്. ഇനി ഇത് മനസ്സിലാക്കിയല്ലോ. ഇനി താങ്ക് യു വെരി മച്ച്. GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പഠിക്കാം. ക്യാഷ് അക്കൗണ്ടിൻ്റെ വേറൊരു മോഡലാണിത്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റൊരു മോഡലാണിത്. ഇതിൻ്റെ ഹെഡിങ് നോക്കിക്കൊള്ളുക. ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ്, ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് കോളംസ്. അപ്പം ആദ്യം നമ്മൾ പഠിച്ചു ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് കോളംസ് ഓൺലി. ക്യാഷ് കോളംസിൻ്റെ ഡെബിറ്റ് സൈഡും ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡുമാണിത്. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചു ക്യാഷ് അക്കൗണ്ട് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ്. ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഈ ക്യാഷ് ബുക്കിലേക്ക് ചേർത്ത് വെച്ചു. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഈ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ചേർത്ത് വെച്ചു. ഇനി നമ്മൾ ഡിസ്കൗണ്ട് കിട്ടും നമുക്ക്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു 100 രൂപ കുറച്ച് തന്നാൽ മതി. അപ്പം നമ്മൾ 1000 രൂപ നമ്മൾ കൊടുത്തതായിട്ട് എഴുതി വെക്കും. അതുപോലെ തന്നെ 100 രൂപ നമുക്ക് ലാഭം കിട്ടിയതായിട്ട് കാണിക്കും. 1000 കൊടുക്കുന്നിടത്ത് നമ്മൾ പിന്നെ 100 രൂപ കുറച്ച് ഇപ്പം ഇവിടെ തന്നെ പറയാം, ഇവിടെ 350 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 330 കൊടുത്തുള്ളൂ. അപ്പോൾ 20 രൂപ നമുക്ക് ലാഭം. ഇനി ഇവിടെയും ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് 450 രൂപ ഇവിടെ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 475 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 450 രൂപ ക്യാഷ് നമ്മൾ കൊടുത്തു, 35 രൂപ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടി. അപ്പം നമുക്ക് ശരിക്കും 450 രൂപ കൊടുക്കേണ്ട 485 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് 450 കൊടുത്തുള്ളൂ, 35 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ഡിസ്കൗണ്ട് കോളം കൂടി നമ്മൾ ഇവിടെ ചേർക്കുകയാണ്. അപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി, എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. ഇവിടെ ഡിസ്കൗണ്ട് എത്ര കിട്ടി, ലാഭം എത്ര കിട്ടി? ഇവിടെ 55 രൂപ ലാഭം നമുക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 35 രൂപയാണ് നമുക്ക് ചിലവായുള്ളൂ. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതും 1-2 ഒരു എക്സാമ്പിൾ മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. 1-2 നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് 20,000 ക്യാഷ് കിട്ടി നമുക്ക്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചു. എന്നിട്ട് ലെഡ്ജറിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 20,000 എന്ന് എഴുതി വെക്കും. ഇനി 3-ാം തീയതി നമ്മൾ ബാങ്കിലേക്ക് 19,000 രൂപ കൊടുത്തു. അപ്പം ബാങ്കിലേക്ക് നമ്മൾ 19,000 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോയി ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 19,000 ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ
ഈ ഡെബിറ്റ് സൈഡിലുള്ള ഓരോ ഐറ്റവും അതാത് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് കോളത്തിൽ, ജനറൽ ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് കോളത്തിലേക്ക് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ക്യാഷ് പോവുകയാണെങ്കിൽ, അതായത് ക്യാഷ് നമ്മൾ മേടിക്കുകയാണെന്ന്, അല്ല ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇത് ഓരോ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം നമ്മൾ ജനറൽ ലെഡ്ജറിൽ എന്ത് ചെയ്തു, ജനറൽ ലെഡ്ജറിൽ അതാത് അക്കൗണ്ടുകളിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചു. അതായത് ക്യാഷ് നമുക്ക് കിട്ടുവാണ് ഇത്. ഇനി ഇത് നമ്മൾ കൊടുക്കുവാണ്. ഇത് കൊടുക്കുമ്പോൾ ഇതിലുള്ള അതാത് അക്കൗണ്ടുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെക്കണം. ഇനി ഡിസ്കൗണ്ടിൻ്റെ കാര്യം ഇങ്ങനെ തന്നെ, ഇത് പഴയതുപോലെ തന്നെ. ഇതിവിടെ ഇപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടോ, 20,000 രൂപ നമ്മൾ ക്യാഷ് കിട്ടി, നമുക്ക് അപ്പോൾ എൻട്രി എഴുതി വെച്ചു, ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ 19,000 രൂപ ബാങ്കിലേക്ക് അയച്ചു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ബാങ്കിലേക്ക് നമ്മൾ കൊടുത്തു. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് പോയി ബാങ്കിൽ ചെന്നു. അപ്പോൾ ഇതെന്ത് വരും, ഇത് കോൺട്രാ എൻട്രിയാണ്. ഇനി നമ്മൾ സൺ ആൻഡ് കമ്പനിക്ക് 600 രൂപ ക്യാഷ് കൊടുത്തു. അപ്പം നമ്മൾ ജനറൽ ലെഡ്ജറിലുള്ള സൺ ആൻഡ് കമ്പനിയിൽ എന്ത് ചെയ്യും, സൺ ആൻഡ് കമ്പനിയിൽ നമ്മൾ അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് എഴുതി വെക്കും. നമുക്ക് സൺ ആൻഡ് കമ്പനി ക്യാഷ് നമുക്ക് തന്നു. ഇനി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ 600 ബാങ്ക് കോളത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 600 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ചെക്ക് കിട്ടിയതാണ്. നമുക്ക് ചെക്ക് കിട്ടിയപ്പോൾ അത് ബാങ്കിലേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ ചെക്ക് കിട്ടിയ നമുക്ക് ചെക്ക് കിട്ടിയപ്പോൾ നമ്മളിവിടെ ഇത് ചേർത്ത് വെച്ചു. ആ ചെക്ക് ആയതുകൊണ്ട് ബാങ്കിൽ കൊടുത്ത് നമ്മളാക്കി. അപ്പം ബാങ്കിൽ അത് ക്യാഷ് ക്രെഡിറ്റും വന്നു, ബാങ്ക് ഡെബിറ്റും വന്നു. ഇതെന്താണ്, കോൺട്രാ എൻട്രി. ഇനി നമുക്ക് തോമസ് ആൻഡ് കമ്പനി 475 രൂപ ബാങ്കിലേക്ക് ഇട്ട് തന്നു. അപ്പോൾ നമ്മളത് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല വരുന്നത്. അപ്പോൾ അതും കോൺട്രാ എൻട്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റവും നമ്മളിങ്ങനെ എഴുതി പോകുന്നത്. ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം 485 രൂപയാണ് സാധനം നമ്മൾക്ക് 485 രൂപയാണ് ഇയാൾ തരാനുള്ളത്, വൈറ്റ്സ് ആൻഡ് കമ്പനി തരാനുള്ളത്. പക്ഷെ അതിൽ 450 തന്നു, 35 നമ്മളയക്ക് ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റവും ഇങ്ങനെ എഴുതിക്കോളും. ഇനി അപ്പോൾ ഇതിനോടുള്ള മെച്ചം, നമുക്ക് ഒരു പ്രത്യേക സമയത്ത് ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ട്, കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒറ്റ അക്കൗണ്ടിൽ ഇതെല്ലാം കൂടെ ചേർക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്. ഇനി ബാങ്കിലേക്കുള്ള ട്രാൻസാക്ഷനും തുല്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ ക്യാഷിലും വരും. അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ അതിൻ്റെ നേരെ കോൺട്രാ എൻട്രി എഴുതി വെക്കും. ഇത് നിങ്ങൾ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോയി ചെന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡു യു മീൻ ബൈ കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് ബാങ്കിലേക്ക് പൈസ കൊടുത്താലും ബാങ്കിൽ നിന്ന് ഓഫീസിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ അക്കൗണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് അക്കൗണ്ടുകൾ ജനറൽ ലെഡ്ജറിലുണ്ടായിരിക്കും. ഇനി ഇതിലുള്ള എല്ലാ ക്രെഡിറ്റ് ഐറ്റംസിനും ജനറൽ ലെഡ്ജറിലുള്ള കറസ്പോണ്ടിങ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിസ്കൗണ്ട് പോളപ്പോൾ ക്യാഷ് കൊടുത്തു കഴിയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു കിങ് ആൻഡ് കമ്പനീസ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് അനുവദിച്ചു. അപ്പം നമ്മൾ ജനറൽ ലെഡ്ജറിൽ അങ്ങനെ എഴുതി വെക്കുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് പാർട്ടി ക്രെഡിറ്റ് ചെയ്യുക. ഇനി നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതിങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഓരോ മാസം തോറും എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മളത് ഇത് ചെയ്യും. ഇപ്പോൾ ഒരു ബാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബാങ്ക് അതുപോലെ തന്നെ ഡെയിലി ട്രാൻസാക്ഷൻ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ അന്നന്ന് തന്നെ അവർ എല്ലാ ഈ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യും. കാരണം ഈ ക്യാഷ് ബാലൻസ് എന്തുമാത്രം ഉണ്ട് എന്നറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം ഇത് കണ്ടോ, ഇവിടെ ഇപ്പം 22,400 ക്യാഷ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ടോട്ടലുണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ടോട്ടൽ 21,575 ഉണ്ട്. ഇതിൻ്റെ വ്യത്യാസം, ക്യാഷ് അക്കൗണ്ടിൽ 22,400 ടോട്ടലുണ്ട്. അപ്പം ക്രെഡിറ്റ് സൈഡ് കുറവാണ്, അതുകൊണ്ട് 1,225 കൂടെ കൂടി ക്യാരി ഡൗൺ ചെയ്ത് രണ്ട് സൈഡും ഈക്വലാക്കി ടോട്ടൽ ചെയ്തിട്ട് ഇതിങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ ഈ ബ്രോട്ട് ഡൗൺ ചെയ്ത ബാലൻസ് ആണ് അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ
ക്യാഷ് 1225, അത്രയും നമ്മുടെ ബോക്സിൽ കാണാം, 1225 രൂപ. ഇനി ബാങ്കിൽ ആണെങ്കിൽ 18620 രൂപ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണും. ഇതാണ് മൂന്നാമത്തെ ടൈപ്പിലുള്ള ഒരു